ഹലോ ഗൈസ്, എല്ലാവർക്കും മോമോസ് ബോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിതാ ഇപ്പം കടയിൽ നിന്ന് എത്തിയുള്ളൂ. എത്തി ഒന്ന് ഫ്രഷായി. അതിനുശേഷം ഞാൻ അടുക്കളയിൽ കയറി എന്നിട്ടാണ് പിന്നെ ഇതാ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ ജിഗ്രുവും ചെല്ലിക്കുട്ടിയും കൂടിയിട്ട് കളിയോടെ കളിയാണ്. സമയം ഇപ്പോൾ 7:30 7:45 ഞാൻ 7:30 വീടെത്തി. 8 മണി ആവാറായി. പിന്നെ അതാ ഏട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മുക്കുട്ടി ട്യൂഷനൊക്കെ പോയി വന്ന് കുറച്ച് ഹോംവർക്കല്ല, ഹിന്ദി കോപ്പി എഴുതാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുവും ജുഗ്രുവും രണ്ടാളും ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് അവൾ സ്കൂളിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് രാത്രി എഴുതും. ചില ദിവസങ്ങളിൽ നല്ല എഴുതാനുണ്ടാവും, അല്ലാത്ത ദിവസങ്ങളിൽ അത്ര എഴുതാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോൾ അടുപ്പത്ത് നമ്മൾ രാവിലെ വെച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കണം വൈകിട്ടേക്ക്. പിന്നെ കുറച്ച് അരിവറ്റലുണ്ട്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ അരിവറ്റൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ രാവിലെ പുഴുക്കിയ പഴം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ചു. പിന്നെ ഇതാ പാല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് വെച്ചാൽ ചട്ടി തിരഞ്ഞപ്പോൾ അവിടെ നോക്കിയപ്പോൾ രാവിലത്തെ പാല് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ പിന്നെ ഈ പാൽ എന്തായാലും ഞാനിനി കാച്ചണില്ല, ഇപ്പോൾ രാവിലത്തെ പാലൊന്ന് ചൂടാക്കി വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അത് വെച്ചു. പിന്നെ അതിനുശേഷം ഏട്ടൻ കുട്ടികൾക്ക് കുറച്ച് ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ കഴിച്ചിട്ട് കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3-4 സ്പൂൺ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിക്കുകയാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിശപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഞാൻ 4 മണിക്കൊരു ചായ കുടിക്കും. പിന്നെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് വീടെത്തുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ വന്ന് വേഗം അടുക്കളയിൽ വന്നതും കഴിക്കാൻ നോക്കും. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുട്ടികൾക്ക് ഏട്ടനുണ്ട്, അപ്പോൾ അത് ചൂടാക്കും. പിന്നെ അതായത് അരിവറ്റൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോരൊഴിച്ച ചോറും അരിവറ്റലും ഭയങ്കര ഇഷ്ടമാണത്. അപ്പം ഞാൻ അത് കൊടുന്നു. പിന്നെ ഞാൻ 2 കണ്ണിമാങ്ങ അച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് മേടിച്ചു. പക്ഷെ ഞങ്ങളും കഴിക്കും, എന്നാലും അവൾക്ക്. പിന്നെ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ചൂടാക്കുക. അതുപോലെ തന്നെ ആ റൈസ് ഫില്ല് ചെയ്ത് ഫുള്ളാക്കി കഴിക്കും. അത്ര കുട്ടികൾക്ക് വേണം, അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളത് കുറച്ച് എടുത്ത് കഴിച്ചു. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, 3-4 സ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അമ്മൂൻ്റെ അടുത്തേക്ക് പോയി. അമ്മു പഠിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് പോയി. അതിനുശേഷം എന്ത് ചെയ്തു, ഇപ്പോൾ അവൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കും മമ്മീന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ജിഗ്രുവും ചെള്ളിയും ഭയങ്കര കളിയാണ്. ഇവർ രണ്ടാളും കളിച്ചതാ. ചെള്ളിയൊക്കെ വെറും കരച്ചിലാണ്. രണ്ടാളും കൂടി കളി തുടങ്ങിയ കരച്ചിലാണ്. അവൻ ഇവനെ തല്ലും, ഇവൻ അവനെ തല്ലും. എൻ്റെ അമ്മോ, വല്ലാത്തൊരു സംഭവമാണ് രണ്ടാളും. അങ്ങനെ ഞാൻ അമ്മൂൻ്റെ അടുത്തേക്ക് പോയി. അമ്മൂനെ പഠിക്കാനൊന്നും വിടുന്നില്ല. രണ്ടാളും പിന്നെ ഒരേ കളിയാണ്. അപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ഇടയിൽ കൂടെ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. കാരണം ജിഗ്രു അവനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ ദേഹത്ത് മുട്ടിയപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവൻ. അപ്പം ഞാൻ അമ്മൂരിൽ പാൽ പാക്കറ്റ് കൊടുത്തിട്ട് അവിടെ മാമിൻ്റെ വീട്ടിൽ കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കിയെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന് കുറച്ച് കംപ്ലൈൻ്റാണ്. ഡോറ് നേരെ പ്രസ്സാവാത്തതുകൊണ്ട് തണുപ്പ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഓണാക്കണേ ഇല്ല. അപ്പോൾ ഞാൻ ഉള്ള ഒരു പാക്കറ്റ് പാൽ മാമിൻ്റെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് അയച്ചു വിട്ടു. പിന്നെ ഞാനിതാ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഏട്ടനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നെ നീ വീട്ടിലൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ശരി കാണിക്കണില്ല, എന്നാലും ഒന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞു.
ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്നാലും ചെറുതായിട്ട് കാണിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ ഇതാ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ തന്നെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ കേട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം പറഞ്ഞാൽ ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. കാരണം ഞാൻ വന്നപ്പോൾ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ചോറ് കഴിക്കാൻ എന്തോ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കഞ്ഞി എടുത്തു. അച്ചാറും കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ അവർ അവിടെ കഴിക്കുന്നുണ്ട്, അവർക്കൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല. ഞാനിതാ അവിടെ ഇരുന്ന് കഞ്ഞി കഴിക്കുകയാണ്. പിന്നെ ചെള്ളിക്കുട്ടി കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പം മമ്മി ഇവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ ജുഗ്രു അവിടെ നിന്ന് ഓരോന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ അവനുള്ള ഓരോ മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെള്ളിക്കുട്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.